ബ്രെയിനിൽ മുഴയുണ്ട്, വലത് കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ട്. ഇതിനൊക്കെ വലിയ രീതിയിൽ ചികിത്സ ആവശ്യമാണ്. പക്ഷേ ഈ ചികിത്സയ്ക്കുള്ള ഫണ്ട് ഇവരുടെ കയ്യിലില്ല. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സങ്കടത്തോടെ ഒത്തിരി വേദനയോട് കൂടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഇയാക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ഒരു പറക്കം പറ്റാത്ത 3 മക്കളെയും കൊണ്ടൊരു അമ്മയുണ്ട്. ഈ അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ അമ്മയുടെ മകനാണ് അടുത്തിരിക്കുന്നത്. അവന് 8 വയസ്സാണ് പ്രായമുള്ളത്. പക്ഷേ അവൻ്റെ ബ്രെയിനിലെ ട്യൂമർ, അതായത് ക്യാൻസറിൻ്റെ ഒരു തുടക്കം കണ്ടു. കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ അമ്മ പറയും. എന്തായിരുന്നു? 4 വർഷമായിട്ട് ചികിത്സയിലാണ്. വെയിറ്റ് ലോസ് ആയിട്ടാണ് കാണിച്ചത്. അപ്പോഴും കഴുത്തിലൊരു മുഴയായിട്ടുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്തു. ബ്രെയിനിൽ മുഴയുണ്ട്, അതിന് ചികിത്സ ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ കാഴ്ചക്ക് കുറവ്, വലത് കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ട്. അതിനും ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാഴ്ചയ്ക്ക് കുറവുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ബ്രെയിനിൽ ചെറുതായിട്ടൊരു മുഴ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ രീതിയിൽ ചികിത്സ ആവശ്യമാണ്. പക്ഷേ ഈ ചികിത്സയ്ക്കുള്ള ഫണ്ട് ഇവരുടെ കയ്യിലില്ല. നിങ്ങൾ ഈ വീട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഏകദേശം ഒരുപാട് പഴക്കമുള്ള വീടല്ലേ? 50 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. ഈ മഴയത്താണ് ഇത് ഇടിഞ്ഞ് കുറേ പൊളിഞ്ഞ്. ഈ വീട് കണ്ടോ? ഈ വീടിൻ്റെ ഏകദേശം ഇത്രയും ഭാഗമൊക്കെ പൊളിഞ്ഞ് താഴെ വീണിരിക്കുകയാണ്. കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞ് വീണിരിക്കുന്ന കാഴ്ചയാണ്. 50 വർഷത്തോളം പഴക്കമുള്ള വീട്ടിൽ പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഈ അമ്മ. അപ്പോൾ ഈ വീട്ടിൽ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ മെമ്പറോ അങ്ങനെ ആരും ഇടപെട്ട് പുതിയൊരു വീട്? പഞ്ചായത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോഴും അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. എന്താണ് കാര്യം? ഇപ്പം കുറച്ച് വീടുകളൊക്കെ കൊടുത്ത് അത് കൊടുത്ത് തീർന്നതിന് ശേഷമേ പറ്റുള്ളൂ എന്നാണ് മെമ്പറിൻ്റെ ഇട പറഞ്ഞപ്പം. മെമ്പർ പറയുന്നതെന്ന് വെച്ചാൽ മെമ്പറിനെ കൊണ്ടൊന്നും പറ്റത്തില്ല, പഞ്ചായത്തിൽ നിന്ന് എന്താണോ തീരുമാനിക്കുന്നത് അത് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഈ അമ്മ ഇത്രയും പഴക്കമുള്ളത് വീട്ടിലേക്ക് വരുന്ന വഴികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവും. കാരണം അതുപോലെ ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ ആ കുഞ്ഞിനെയും കൊണ്ട് കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വഴിയല്ല. ഇവർക്ക് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടുത്തെ അധികാരികൾ ചെയ്തു കൊടുക്കുന്നില്ല. ഒപ്പം ഈ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണിക്കുന്നത്. ഒരുപാട് തുക ഈ കുഞ്ഞിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായിരിക്കുന്നു. ക്യാൻസറിൻ്റെ ഒരു തുടക്കം അവസ്ഥയാണെങ്കിൽ പോലും ആ കുഞ്ഞിന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അവനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് ചേർന്നാൽ അവനെ രക്ഷപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വാർത്ത കാണുന്നവർ ഇവനെ ഒന്ന് സഹായിക്കണം, ഈ കുടുംബത്തെ സഹായിക്കണം. ഈ കുടുംബത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ തന്നെ ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങളെ സഹായങ്ങൾ എത്തിക്കുക. അല്ലാത്തവർ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.